നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ലെന്ന മന്ത്രിവാദം തെറ്റ്. 1731.3 കോടി അനുവദിച്ചെന്ന് തെളിവുകൾ. റേഷൻ സബ്സിഡിക്ക് മാത്രം 938.8 കോടി. കണക്കുകൾ പുറത്തുവിട്ട് ന്യൂസ് 18. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടകയുടെ ഡൽഹി സമരം ഇന്ന്. ജന്തർ മന്ദറിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കും. കേരളത്തിന്റെ പ്രതിഷേധം നാളെ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ. ഗ്യാൻബാബി പള്ളിയിലെ പൂജ ഇന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ. മറ്റു നിലവറകളിലും പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന ഹർജി പരിഗണിക്കും. കെജ്രിവാളിനെതിരായ ഇഡി പരാതി ഇന്ന് കോടതിയിൽ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി സഹകരിക്കുന്നില്ലെന്ന് ഹർജി. പരിഗണിക്കുന്നത് ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി. കേരളത്തിൽ ചാവേർ ആക്രമണം പദ്ധതിയിട്ട കേസിൽ വിധി ഇന്ന്. കൊച്ചി എൻഐഎ കോടതി വിധി പറയും. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ ഏകപ്രതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യ വാർത്ത ആദ്യം കടക്കുന്നത്. സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ല എന്ന മന്ത്രി GR അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ കണക്കുകൾ നിരത്തി ധനവകുപ്പ്. 1731 കോടിയാണ് ബജറ്റിൽ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ബജറ്റ് രേഖകളിൽ ഇത് വ്യക്തമാണ്. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടലിന് ഉൾപ്പെടെ സപ്ലൈകോയ്ക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു മന്ത്രി GR അനിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ വാദങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകളല്ലേ, അല്ലെങ്കിൽ തെളിവുകളല്ലേ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്? തീർച്ചയായിട്ടും ബജറ്റ് ദിവസം തന്നെ മന്ത്രി GR അനിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു. ഭക്ഷ്യവകുപ്പ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, അതും സപ്ലൈകോയിൽ വലിയ പ്രതിസന്ധി, കർഷകർക്ക് നൽകാനുള്ള പണം നൽകാനാകുന്നില്ല. അത്തരത്തിൽ വിലക്കയറ്റം ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ആ സമയത്ത് വിപണി ഇടപെടലിന് തുക അനുവദിച്ചിട്ടില്ല. ഇത് കടുത്ത അനീതിയാണെന്ന വിലയിരുത്തലായിരുന്നു, വിമർശനമായിരുന്നു CPI കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് മന്ത്രി GR അനിലുമായി ബന്ധപ്പെട്ടവരും അദ്ദേഹവും നടത്തിയത്. ഇന്നലെ ഡൽഹിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ഈ അതിർത്തി തുറന്നു പറയുകയും ചെയ്തു. CPIയുടെ നിയമസഭാ കക്ഷി നേതാവായ മന്ത്രി K രാജൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനോ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിക്കാനോ തീരുമാനമെടുത്തിരുന്നു. മറ്റ് രണ്ട് വകുപ്പുകൾ കൂടി, റവന്യൂ വകുപ്പിനും ഇത്തരത്തിൽ റവന്യൂ വകുപ്പിനും ബജറ്റ് വിഹിതം കുറഞ്ഞു പോയെന്ന പരാതിയുണ്ട്, അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിനും. പക്ഷേ ഇപ്പോൾ GR അനിലിന്റെ ഈ പരാതിയിൽ അടിസ്ഥാനമില്ല, കഴമ്പില്ലെന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ബജറ്റ് രേഖകളിൽ തന്നെ ഇത് വ്യക്തമാണ്. GR അനിൽ ബജറ്റ് പ്രസംഗം നോക്കി മാത്രമാണ് ഇത്തരത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും ഒന്നും കിട്ടിയില്ല എന്ന പരാതിയുമായി ഇറങ്ങിയത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ബജറ്റ് രേഖകൾ വ്യക്തമാക്കുന്നു. വളരെ കൃത്യമായി തുകകൾ എല്ലാ വർഷങ്ങളിലും അനുവദിക്കുന്ന പോലെയോ അതിൽ കൂടുതലോ ഇത്തവണയും അനുവദിച്ചിട്ടുണ്ട്. റേഷൻ സബ്സിഡിക്ക് 938.8 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 370 കോടി രൂപ വില വ്യത്യാസത്തിന് FCIക്ക് നൽകാനുള്ളതാണ്.
ARD കമ്മീഷനായി 308 കോടി രൂപ വേറെയും മാറ്റിവെച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ഹാൻഡിംഗ് ചാർജസ് എന്ന ഹെഡിൽ 260.8 കോടി രൂപ മാറ്റിവെച്ചു. നെല്ല് സംഭരണത്തിന് 557.5 കോടി രൂപ മാറ്റിവെച്ചു. വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് 205 കോടി രൂപയാണ് ബാലഗോപാൽ ബജറ്റിൽ മാറ്റിവെച്ചത്. സപ്ലൈകോ വിൽപ്പനശാലകളുടെ നവീകരണത്തിന് 10 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അത് ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം അതൊരു പുതിയ പദ്ധതിയാണ്. അതുകൊണ്ടാണ് അത് മാത്രം ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. ബാക്കിയെല്ലാം സാധാരണഗതിയിൽ ഓരോ ഹെഡുകളായി ബജറ്റ് രേഖകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാതെയായിരുന്നു ഭക്ഷ്യവകുപ്പിന്റെ ഈ വിമർശനം. ഏതായാലും ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് ചർച്ചയുടെ വേളയിൽ നിയമസഭയിൽ ഇക്കാര്യം അറിയിക്കാനാണ് സാധ്യത. അതിനുമുമ്പ് തന്നെ ഇത്തരത്തിൽ GRNലിനെയും ബോധ്യപ്പെടുത്താനും സാധ്യതയുണ്ട്. മന്ത്രിമാരെല്ലാം ഡൽഹിയിലാണ്. സ്വാഭാവികമായി നേരിൽ കാണുമ്പോൾ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിമർശനത്തിൽ നിന്ന് GRNലും ഭക്ഷ്യവകുപ്പും പിന്മാറാനാണ് സാധ്യതയുള്ളത്. മാത്രമല്ല പ്രതിപക്ഷം ഈ വിഷയം വലിയൊരു വിഷയമായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. ബജറ്റ് പ്രസംഗത്തിനും മറ്റും ബജറ്റ് ചർച്ചയിലും മറ്റും ഇക്കാര്യം പ്രതിപക്ഷം ഉന്നയിക്കാൻ ഇടയുണ്ടായിരുന്നു. പക്ഷേ ഈ കണക്കുകൾ GRNലിന്റെ ഭക്ഷ്യവകുപ്പിന്റെ വാദങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതാണ്. അതായത് മന്ത്രി പറഞ്ഞത് ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ് രേഖകളൊക്കെ, നമ്മൾ പുറത്തുവിട്ട തെളിവുകളെല്ലാം, അല്ലേ? തീർച്ചയായും മന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ബജറ്റ് പ്രസംഗമാകും ആദ്യം മന്ത്രിയുടെ മുന്നിലെത്തുക. ആ ബജറ്റ് പ്രസംഗത്തിൽ കാര്യമായ നീക്കിയിരിപ്പ് കാണാൻ ഉണ്ടായിരുന്നില്ല. അതിന് കാരണമായി ധനവകുപ്പ് പറയുന്നത് സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളിൽ ബജറ്റ് പുതിയ എല്ലാ ഹെഡുകളും ഇത്തരത്തിൽ ബജറ്റ് രേഖകളിലാണ് ഉൾപ്പെടുത്താറുള്ളത്. അത് പതിവ് പോലെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ പുതിയ കാര്യമായതിനാൽ, പുതിയ പദ്ധതിയായതിനാലാണ് സപ്ലൈകോ നവീകരണശാലകളുടെ 10 കോടി രൂപയുടെ കാര്യം ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത് പരിശോധിക്കാതെയാണ് മന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസോ ഇത്തരം പരാതിയുമായി രംഗത്തിറങ്ങിയത്. അതായത് ഈ മന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്താത്തതിന് ഇത് പുതിയ പദ്ധതി ആയതിനാൽ എന്നുള്ള കാരണമാണ് പറയുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പുതിയ പദ്ധതി ആയതിനാലാണ് വിൽപ്പനശാലകളുടെ സപ്ലൈകോ വിൽപ്പനശാലകളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടുത്തിയത്. അത് പുതിയ പദ്ധതികൾ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ പതിവാണ്. മറ്റ് എല്ലാ നീക്കിയിരിപ്പുകളും എല്ലാ തവണയും ഉള്ളതുപോലെ ബജറ്റ് രേഖകളിലാണ് ഇടം പിടിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട ആ ബജറ്റ് ഡോക്യുമെന്റ്. അതിൽ കൃത്യമായി തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിന് അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ച തുകയുടെ കൃത്യമായ കണക്കുകൾ ഓരോ ഹെഡായി ബജറ്റ് രേഖകളെടുത്ത തുക അനുവദിക്കുക കാണിക്കുക. അത് കൃത്യമായി തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പിന് ഭക്ഷ്യവകുപ്പിനുമുള്ള തുക കൃത്യമായി മുൻകാലങ്ങളിലെ പോലെയോ അതിൽ കൂടുതലോ അനുവദിച്ചിട്ടുണ്ട്. ശരി. സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ല എന്ന മന്ത്രി GR അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുകയാണ്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്ത വരും ബുള്ളറ്റിനിൽ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ ഡൽഹി സമരം ഇന്ന് രാവിലെ 11-ന് ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ മന്ത്രിമാരും കോൺഗ്രസ് MLA-മാരും പങ്കെടുക്കും. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്രം അനീതി കാണിക്കുന്നുവെന്നാണ് ആരോപിച്ചാണ് പ്രതിഷേധം. അതേസമയം ജന്തർ മന്ദറിൽ നാളെയാണ് കേരള സർക്കാരിന്റെ സമാന പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിലെത്തി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ ജന്തർ മന്ദറിലെ പ്രതിഷേധം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മന്ത്രിമാർ, MLA-മാർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഡൽഹിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭം ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ കൂടി ഡൽഹിയിലേക്ക് സമരത്തിന് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ മറ്റു മന്ത്രിമാരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിന്, കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമാനമായ സമരത്തിന് ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് കേരള സർക്കാരിന്റെ ഈ ഒരു പ്രതിഷേധ സംഗമം നടക്കുക. അതിന് മുന്നോടിയായി കൂടി തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിൽ നിന്നുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ MLC-മാരും MLA-മാരും എല്ലാം തന്നെ അണിനിരക്കുകയും ചെയ്തിരിക്കുന്നത്. ദേശീയ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കർണാടകയിൽ നിന്നുള്ള BJP MLA-മാർ കൂടി ഈ ഒരു
സമരത്തിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു പരിഹാസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഈ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തി സമരം ചെയ്യുന്നത്, അതിൽ ജനപ്രതിനിധികളായിട്ടുള്ള നിങ്ങളും പങ്കെടുക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെയായിരിക്കും ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെയാണ് ജന്തർ-മന്ദറിൽ സമാനമായ പ്രതിഷേധം നടക്കുക. അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷികളിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുമെന്നാണ് ഇളമരം കരീം അടക്കമുള്ള CPM നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ പ്രധാന പ്രതിപക്ഷം കൂടിയായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കോൺഗ്രസ് നേതാക്കൾ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായും നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതിൽ ഇതുവരെയും ദേശീയ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള തീരുമാനം എടുക്കട്ടെ എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധ സംഗമത്തിന് തന്നെയാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 11 മണിയോടുകൂടിയാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനുള്ള അനുമതി നേരത്തെ തന്നെ ചോദിക്കുകയും ചെയ്തിരുന്നു. അവിടെ ഉള്ള പ്രതിഷേധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വലിയ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയും ചെയ്തിരിക്കുന്നത്. മറ്റേതൊക്കെ നേതാക്കൾ ഈ ഒരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും നിരവധി ഇന്ത്യ സഖ്യത്തിലുള്ള നേതാക്കളെയൊക്കെ തന്നെ കർണാടക സർക്കാർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭത്തിന്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇന്നത്തെ ഈ ഒരു പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്കാണ്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്കാണ് ഇന്ത്യ സഖ്യത്തിലുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾ രംഗത്തിരിക്കുന്നത്. നാളെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പ്രതിഷേധ സംഗമം നടക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. വാരാണസി ഗ്യാൻവാബി പള്ളിയിൽ പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് അലഹാബാദ് ഹൈക്കോടതി പരിഗണിക്കും. പള്ളിയിലെ മറ്റ് നിലവറകളിലും പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന ഹർജിയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. പള്ളിയിലെ ഒരു അറയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താൻ കഴിഞ്ഞ ദിവസമാണ് കോടതി അനുമതി നൽകിയത്. അതേസമയം ഒരു വിഭാഗം പല ഹർജികൾ നൽകുന്നതിനെയും ഇരുവിഭാഗങ്ങളും മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നൽകുന്നതിനെയും ഹൈക്കോടതി ഇന്നലെ വിമർശിച്ചിരുന്നു. മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നൽകുന്നത് കോടതി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന് പിന്നാലെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും പൊതുവ്യക്തി നിയമം നടപ്പിലാക്കും. UCC ബിൽ ശരിയായ സമയത്ത് സംസ്ഥാനത്ത് അവതരിപ്പിക്കുമെന്നും ഇത് സംബന്ധിച്ച ബിൽ നിയമസഭയിൽ ഉടൻ അവതരിപ്പിക്കുമെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ പറഞ്ഞു. ഉത്തരാഖണ്ഡിന് ശേഷം UCC നടപ്പാക്കുന്ന അടുത്ത സംസ്ഥാനം രാജസ്ഥാനാകുമെന്ന് രാജസ്ഥാൻ മന്ത്രി കനയ്യലാൽ ചൌധരിയും പ്രതികരിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരായ EDയുടെ പരാതി ഇന്ന് കോടതി പരിഗണിക്കും. ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിസ്സഹകരിക്കുന്നു എന്ന് കാട്ടിയാണ് ED നടപടി. 5 തവണ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ശരത് പവാറിന് വൻ തിരിച്ചടി. NCP അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ NCPയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. ലെജിസ്ലേറ്റീവ് മെജോറിറ്റി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് പവാർ പക്ഷമാണ് യഥാർത്ഥ NCP എന്ന നിഗമനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചേർന്നത്. സഭയിലെ 81 NCP MLAമാരിൽ 51 പേരുടെയും പിന്തുണ അജിത്തിനായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ NCPയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും ഇനി അജിത് പവാർ പക്ഷത്തിന് ഉപയോഗിക്കാം. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ പേരും ചിഹ്നവും തീരുമാനിച്ച് അറിയിക്കാൻ ശരത് പവാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കുള്ളിൽ ഇത് രണ്ടും കമ്മീഷനെ അറിയിക്കാനാണ് നിർദ്ദേശം. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചിയിലെ NIA കോടതി ഇന്ന് വിധി പറയും. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറാണ് കേസിലെ ഏക പ്രതി. ചാവേർ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ 2019 റിയാസ് പിടിയിലാകുന്നത്. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയി ISൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് ചാവേർ ആക്രമണം പദ്ധതിയിട്ടതെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അബ്ദുൾ റാഷിദിന്റെ ഫോൺ സന്ദേശങ്ങളും ഓഡിയോ ക്ലിപ്പും പ്രതിയുടെ ഫോണിൽ നിന്നും NIAയ്ക്ക് ലഭിച്ചിരുന്നു. പ്രതിക്കൊപ്പം പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസലും കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖും പിന്നീട് കേസിൽ മാപ്പ് സാക്ഷികളായി.
UPA സെക്ഷൻ 38, 39 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒരു കൂട്ടം കേസുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചെന്ന കാര്യം സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസ് ഗൌരവതരമാണെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്നില്ല എന്നുമാണ് ഹർജിക്കാരന്റെ ആക്ഷേപം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രധാന പ്രതി P. സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. കള്ളപ്പണ ഇടപാട് കേസിൽ തനിക്കൊരു ബന്ധവുമില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ മൊഴി നൽകാത്ത സാഹചര്യത്തിലാണ് താൻ പ്രതി ചേർക്കപ്പെട്ടതെന്നുമാണ് P. സതീഷ് കുമാറിന്റെ വാദം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AC മൊയ്തീന്റെ ബിനാമിയാണ് P. സതീഷ് കുമാർ എന്നാണ് EDയുടെ മറുവാദം. 100-ന് 10 രൂപ നിരക്കിൽ P. സതീഷ് കുമാർ പലിശ ഈടാക്കിയിട്ടുണ്ടെന്നുമാണ് EDയുടെ വാദം. EDയുടെ കൊച്ചി അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം പ്രത്യേക PMLA കോടതി P. സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സ്വവർഗ പങ്കാളിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ പങ്കാളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ പോലീസിന്റെയും സ്വകാര്യ ആശുപത്രികളുടെയും വിശദീകരണം തേടിയായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. വിഷയത്തിൽ നിന്ന് മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിഞ്ഞ ഞായറാഴ്ച മരിച്ച മനുവിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ അനുമതി തേടിയാണ് പങ്കാളിയായ ജെബിൻ കോടതിയെ സമീപിച്ചത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് പുറത്തുനിന്നുള്ളവരെ ചാൻസലർ തിരികെ കയറ്റിയെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഈ സാഹചര്യത്തിൽ സെനറ്റ് അംഗങ്ങളുടെ നിയമനവും തുടർ നടപടികളും റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. മാധ്യമപ്രവർത്തകനായ PV കുട്ടൻ, വ്യവസായി ദാമോദരൻ അവണൂർ എന്നിവരാണ് ഹർജിക്കാർ. ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് CP അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സമൂഹമാധ്യമത്തിൽ ഗാന്ധിഘാതകനായ ഗോഡ്സെ അനുകൂല കമന്റിട്ട കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പിന്നാലെ പ്രതിഷേധമേറ്റെടുത്ത് യുവജന സംഘടനകളും. DYFIയും യൂത്ത് കോൺഗ്രസും ഇന്ന് ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തും. അധ്യാപികയ്ക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കാരുണ്യ പദ്ധതി വഴി ലഭിച്ചിരുന്ന മരുന്നും ലാബ് പരിശോധനകളുമെല്ലാം നിലച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വൃക്ക രോഗികൾ. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയ വളരെയേറെ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ ഡയാലിസിസ് നടത്തുന്നവരിലേറെയും. മുൻപ് ഈ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ കാരുണ്യ പദ്ധതി വഴി സമീപത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭ്യമാക്കിയിരുന്നു. ഡയാലിസിസ് രോഗികൾക്ക് മാസത്തിലൊരിക്കൽ ലാബ് പരിശോധനകളും ആവശ്യമാണ്. ഇതിനുള്ള സംവിധാനങ്ങളും ഇവിടെ സ്വകാര്യ ലാബുകൾ വഴിയാണ് ചെയ്തിരുന്നത്. എന്നാൽ അധികൃതരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് അറിയിച്ച മരുന്ന് നൽകുന്നതും ലാബ് പരിശോധനയും ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റോറുകളും ലാബുകളും നിർത്തി. ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് മുൻപിലാണ്. ഇവിടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഡയാലിസിസ് രോഗികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസും അനുബന്ധ ചികിത്സാ സംവിധാനങ്ങളും സൗജന്യ സേവനങ്ങളായാണ് ഇവർക്ക് സർക്കാർ നൽകുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാം. പെരിന്തൽമണ്ണയിലെ ആശുപത്രി ഫാർമസിയിൽ നിന്നും അവർക്കുള്ള മരുന്നുകളും കിട്ടും. പക്ഷേ എല്ലാ മരുന്നുകളും ഇവിടെ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ആശുപത്രിയോട് ചേർന്നുള്ള സ്വകാര്യ മരുന്നുശാലകളിൽ, ഫാർമസികളിൽ ഇതിനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കി. ഡയാലിസിസ് രോഗികൾക്ക് ഇവിടുന്ന് മരുന്ന് സൗജന്യമായി വാങ്ങിക്കാം. ഇതിൻ്റെ പണം സർക്കാർ നൽകും. പക്ഷേ ഈ പദ്ധതിയിലേക്കുള്ള ഫണ്ട് നിലച്ചതോടെ മരുന്നുശാലകളിൽ നിന്നും ഫാർമസികളിൽ നിന്നും രോഗികൾക്ക് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. നമുക്ക് ആദ്യം ഇവിടെ എത്തിയ ഡയാലിസിസ് രോഗികൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഒന്നും മരുന്ന് കിട്ടണില്ല, മെഡിസിൻ ഇല്ല. രണ്ടാമത്തേത് ലാബ് ടെസ്റ്റ് ഒക്കെ പുറത്തേക്കാണ്. മെഡിസിൻ ഞങ്ങൾക്ക് 3 മാസത്തോളമായി കിട്ടിയിട്ട്
അല്ലാതെ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കാണ്. ഒരു മരുന്നും മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അവരില്ല, ഇൻഷുറൻസ് ബ്ലോക്ക് ചെയ്തിക്കാന്ന് പറയാണ്. അപ്പോൾ ഒന്നും ഞങ്ങൾ കിട്ടില്ല. ഒരു 5 ദിവസത്തിന് ഞങ്ങൾക്ക് മരുന്നിന് വേണ്ടി 2500-3000 രൂപ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് വന്ന് ഡയാലിസിസ് ചെയ്യണം. ഒരു ഡോക്ടേഴ്സും കാര്യങ്ങളും ഇവിടെ ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി 1.5 ഇട്ടിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു അനുകൂലം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പൊന്നും ഇല്ല, ഒരു ലാബൊന്നും ഇല്ല, ഒന്നുമില്ല. ഇപ്പം തന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് 1500 രൂപ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നിവർത്തി നിങ്ങൾ ഗവൺമെൻറ്റിക്ക് വരില്ല. വലിയ പ്രതിസന്ധിയാണ് ഇവർ അനുഭവിക്കുന്നത്. പക്ഷേ ഫാർമസി ഉടമകൾക്ക് മറ്റൊരു വഴിയും മുൻപിലില്ല എന്നാണ് അവർ പറയുന്നത്. ലക്ഷങ്ങളാണ് കുടിശ്ശികയായി കിട്ടാനുള്ളത്. മരുന്നുകൾക്ക് പണം നൽകാതെ മരുന്ന് വിതരണക്കാർ മരുന്ന് നൽകില്ല. മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. ഏകദേശം ഒരു 2 മാസത്തോളമായി നമ്മൾ പല പേഷ്യൻറ്റും ഇതുപോലെ നമുക്ക് ഡയാലിസിസിന് വരുന്ന രോഗികൾക്ക് പോലും അതിന് ആവശ്യമായ ലാബ് ടെസ്റ്റുകളോ മരുന്നുകളോ അവൈലബിൾ അല്ലാത്തത്, അതായത് ഗവൺമെന്റിന്റെ ഫണ്ട് ടെൻഡർ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അവർ വിസമ്മതിക്കുകയാണ്, ഇത് സംഗതി കൊടുക്കണില്ല. അപ്പോൾ നമ്മൾ അവരുടെ രോഗികളടുത്ത് പല ആളുകളടുത്തും ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന് ആവശ്യമായ ഫണ്ട് ഇവർക്ക് അനുവദിച്ചു കൊടുക്കണില്ല എന്നാണ് പറയുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ മരുന്നിന് പോലും മരുന്നില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, അതിന് താഴെയുള്ള ആളുകളാണ് ഈ ഗവൺമെന്റ് ആശുപത്രി പോലത്തെ സ്ഥാപനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് പോലത്തെ മാരകമായ രോഗങ്ങൾ, അതേപോലെ തന്നെ ക്യാൻസർ പോലത്തെ കീമോ ചെയ്യുന്ന രോഗികൾക്ക് അവർക്ക് ആവശ്യമായ മരുന്നുകൾ സർക്കാർ സംവിധാനത്തിൽ ലഭ്യമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ക്യാമറയിൽ പ്രതികരിക്കാൻ അവരാരും തയ്യാറാകുന്നില്ല. സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമായാൽ ഉടൻ ഈ കുടിശ്ശികകൾ വീട്ടുമെന്നാണ് അവർ പറയുന്നത്. സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാത്തതാണ് ഇതിനെല്ലാം തടസ്സമെന്നും അവർ വിശദീകരിക്കുന്നു. എന്തുതന്നെയാണെങ്കിലും ഇടപെടേണ്ടവർ ഇത് കണ്ട് ഇടപെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം മറ്റൊരു വഴിയുമില്ലാതെ ജീവിതം ദുരിതത്തിലായ ആയിരങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിൽ അതിജീവിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇത് പെരിന്തൽമണ്ണയിലെ മാത്രം ഒരു സാഹചര്യമല്ല. മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ, സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇതേ പ്രശ്നമുണ്ട്. കാരുണ്യ പദ്ധതി പ്രകാരം ഫണ്ട് ലഭ്യമായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ. മറ്റെല്ലാത്തിനും വലുതായി ആശുപത്രി സേവനങ്ങളെയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളെയും വിലമതിക്കുന്ന സർക്കാരാണെന്ന് പലതവണ ആവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത്. സർക്കാർ ഈ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. അന്നനാളത്തിലെ ക്യാൻസറിന് എൻഡോ റോബോട്ടിക് സർജറിയുമായി കൊച്ചിയിലെ VPS ലേക്ക് ഷോർ ആശുപത്രി ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി, മെഡിക്കൽ ഗാസ്ട്രോ ആൻഡോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 75-കാരിക്കാണ് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത്. അന്നനാളത്തിന്റെ തുടക്കഭാഗത്ത് വരുന്ന പോസ്റ്റ് ക്രാക്കോയിഡ് ഭാഗത്തെ ക്യാൻസറുകൾ ചികിത്സിക്കാൻ അന്നനാളം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് സാധാരണയായി ചെയ്യുന്നത്. ഇത് രോഗിക്ക് ഏറെ ബുദ്ധിമുട്ടും പാർശ്വഫലങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ആശുപത്രിയിലെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി മേധാവി ഡോക്ടർ ഷോൺ ടി ജോസഫ്, മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയ് ജെ മുക്കട എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പുതിയ രീതി അവലംബിച്ചത്. ഈ രീതിയിൽ എൻഡോ റോബോട്ടിക് സർജറി ലോകത്ത് ആദ്യമായാണ് വിജയകരമായി നടപ്പാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപ്പോൾ ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് എന്താണ്? ഇതിപ്പോൾ ഒരു നമ്മൾ പുതിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് ഇവോൾവ് ചെയ്യണം, കൂടുതൽ നമ്പർ ഓഫ് കേസസ് വരണം, മറ്റുള്ള ആളുകളും കൂടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്കതൊരു ശരിയായിട്ടുള്ളൊരു ഇപ്പോൾ ഉള്ളൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. പക്ഷെ എന്നാൽ ഇത് ചെയ്യാൻ വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. അത് ആർക്കും പറ്റാത്തതോ അങ്ങനെയല്ല. നമുക്കതൊരു മേ ബി ഒരു കൺസീവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ടെക്നിക്കലി ഇത് ചെയ്യാൻ പറ്റുന്ന പലരും ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻഡോ റോബോട്ടിക് സർജറി ഇത്തരം അസുഖങ്ങളുള്ള രോഗികൾക്കും പുതിയൊരു പരിഹാരമാവുകയാണെന്നും ഡോക്ടർമാർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. തളർന്നു കിടക്കുന്ന കട്ടിലിൽ നിന്ന് സുമാനസുകളുടെ സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് കാലൂന്നി നടക്കാൻ കൊതിക്കുന്ന ഒരു മധ്യവയസ്കന്റെ വാർത്തയാണിനി. തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിയായ യുവാവാണ് 4 വർഷം മുൻപുണ്ടായ അപകടത്തെ തുടർന്ന് നട്ടലിന് ക്ഷതമേറ്റ് കിടപ്പിലായത്. 15 ലക്ഷം രൂപ ആവശ്യമായി വരുന്ന 2 ശസ്ത്രക്രിയകൾ നടത്താൻ ഗതിയില്ലാതെ കിടക്കയിൽ കണ്ണീരുമായി കഴിയുകയാണ് ഈ യുവാവ്.
ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷ്, വയസ്സ് 44. ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ സ്ഥിതി ഇതാണ്. ൽ പേരൂർക്കട അമ്പലമുക്കിൽ വെച്ച് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണാണ് നടുവിന് ക്ഷതമേറ്റത്. 2 കാലുകൾക്കും ബലക്ഷയം സംഭവിച്ചു. ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് കുടുംബം ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. പക്ഷേ എല്ലാം വഴിമുട്ടിയ അവസ്ഥയാണ് നിലവിൽ. വേറൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സമ്പന്നസ്ഥരുടെ സഹായത്തിന് വേണ്ടി ഞാൻ മാധ്യമങ്ങളോട് ഞാൻ കൈകൂപ്പുന്നത്. വേറെ ഒരു മാർഗമില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അവര് എനിക്ക് നേരത്തെ പറഞ്ഞുള്ള സാറിന്റെ ഞാൻ പണിയിട്ടുള്ള ഒരു വീടാണ്. അങ്ങനെ അവർക്ക് വാടകയൊന്നും വേണം. ഞങ്ങളങ്ങനെ ഇവിടെ PRS ഒന്നരടം വെച്ച് പോകണം. അങ്ങനെ ട്രീറ്റ്മെന്റിന് ഇവിടെ ഞങ്ങളങ്ങനെ കഴിയാണ്. അങ്ങനെ അവരുടെ ആശ്രയത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഘട്ടത്തിൽ കഴിയുന്നത്. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കഴിയുന്നത്. ഒരു മാർഗം. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടക്കുന്നത്. 15 ലക്ഷം രൂപ ചെലവ് വരുന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ നട്ടെല്ലിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം. ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരുടെ നിർലോഭമായ സഹായമാണ് ഇനി ഈ കുടുംബത്തിന് ഏകയാശ്രയം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ബീച്ചിൽ കലാ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടന വേളയിൽ ONVയുടെ ചെറുമകൾ അപർണ രാജീവിന്റെ പാട്ട് ആസ്വദിക്കുന്ന MT വാസുദേവൻ നായരുടെ ദൃശ്യങ്ങൾ കാണാം. ഇനി ഈ ദൃശ്യങ്ങളോടുകൂടി ആദ്യ വാർത്ത പൂർണ്ണമാകും. നമസ്കാരം. അതിമനോഹരമായ ആ ഒരു ആലാപനത്തിന് നന്ദി അറിയിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ട പത്തനംതിട്ട ജില്ലയിലെ